അപ്പോൾ മാനവേദന ഞാൻ എന്ത് ചെയ്യും, മാനവേദന അപ്പുറത്തെ സഫാക്കോറ ഉണ്ട്, 2 ആഫ്രിക്കൻ മുജ്ജിന് ജോഡിക്ക് 15 ഉറുപ്പ്യുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയും തട്ടിക്കൂട്ടി 30 ഉറുപ്പ്യൊക്കെ ഒപ്പിച്ച് 4 വാങ്ങും. എന്നിട്ട് മുപ്പരോടെ പറയും വലുതിനെ തരിട്ടോ പറയും. എന്നിട്ട് ഞാനിതിന് മാസം അല്ലെങ്കിൽ ഓരോ ദിവസം പോയി ഇങ്ങോട്ട് കോഴിപ്പിടി പോയി കോഴിപ്പാട്സും വെട്ടി ഇങ്ങനെ കൊടുത്തിട്ട് കൊടുക്കും. അപ്പോൾ ഈ ആഫ്രിക്കൻ മുയ്യാണെന്നുണ്ടെങ്കിൽ കോഴിപ്പാട്സ് തിന്നും തോറും വലുതാവും. അപ്പോൾ എൻ്റെ ഒരു 10-12 ആഫ്രിക്കൻ മുയ്യ ചത്തത് വയറ് പൊട്ടിയിട്ടാണ്, കോഴിപ്പാട്സ് ഓവർലോഡ് ആയിക്കാണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ 2-3 ആഫ്രിക്കൻ മുയ്യ എങ്ങനെ മരിച്ചിനി, തലക്ക് ക്ഷതമായിട്ട് മരിച്ചിനി. അപ്പം ഇവനാണ് അതിൻ്റെ ആള്. അപ്പം ഞാൻ നാനാ വൈക്ക് ഇത് ചെക്ക് ചെയ്തു ഈ മീൻ. കാരണം മീനുകൾ ചത്ത എങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ മീനിന് 2 ചിറകും ഇങ്ങനെ കണ്ട് ജീർണിച്ച് മരിക്കും മീൻ. അതിൽ ഞാൻ നോക്കുമ്പോണ്ട് ആഫ്രിക്കൻ മുജ്ജിൻ്റെ തലല്ലേ പരന്നക്ക, എന്നിട്ട് മേഖല കൂടെ ഇഷ്ടികൻ്റെ പാട് ഫുള്ള് തല പ്ലേറ്റ് പോലെ ആക്കുക. അതിൽ 3-4 മീൻ അങ്ങനെ മരിച്ചു. അതിൽ അമ്മനോട് വെച്ച് വയറ് പൊട്ടിയാണ്ട് ഞാൻ ആഫ്രിക്കൻ മുജ്ജിന് തീറ്റ കൊടുത്താണ്ട് വയറ് പൊട്ടിയാണ്ട് കുറേ മീൻ മരിച്ചിരിക്കണ്. ഇത് എങ്ങനെ വെച്ചു ഉമ്മാക്കൊരു ഐഡിയ ഇല്ല. എന്നിട്ട് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അഫീഫ് ഹുസൈനും പറഞ്ഞേക്കാം അനുവിൻ്റെ മീനിനെ ഞങ്ങൾ എറിഞ്ഞ് കൊല്ലലേനി, അനു ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ പോയി ഇഷ്ടിക തലമണ്ണക്ക് ഇട്ട് കുത്തി കൊല്ലലേനി ഞങ്ങളെ പണിയാണ്.